ഞാനിത് എവിടെയൊക്കെ നോക്കിന്നറിയോ? നിനക്കിത് എവിടുന്ന കിട്ടിയേ? ഒരാള് തന്നതാ. ആരാ ആ ആള്? ആ ആളെ അമ്മയ്ക്കറിയില്ല. നീ അയാളെ എവിടെ വെച്ചാ കണ്ടേന്ന് പറയൂ. ഹോസ്പിറ്റലിൽ വെച്ച്. ഹോസ്പിറ്റലിൽ വെച്ചോ? അതെ അമ്മേ. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയ കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരുന്നില്ലേ? ആ ഫ്രണ്ടിനെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും എന്റെ ഫ്രണ്ട് പോയി. ആ ഫ്രണ്ട് തന്നെ ഗിഫ്റ്റാ ഇത്. നല്ല രസമുണ്ടല്ലേ അമ്മ? എന്താ അമ്മ? ഒന്നുമില്ല, മുംബൈ കളിച്ചു. അപ്പോ നീ ആ വിളി മറന്നിട്ടില്ല അല്ലേ? എടാ, എവിടേക്ക് ഞാൻ നിന്നെ അന്വേഷിച്ചു എന്നറിയോ? ആരുടെയും കണ്ണിൽ പെടാതെ എവിടെയാ നീ ഒളിച്ചിരുന്നേ? ഞാനങ്ങനെ എവിടെ എത്തിയത്? ഞാനാ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു കാറിന്റെ മുന്നിലേക്ക് വന്ന് വീണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? ഇവിടുത്തെ ഡോക്ടർ ഹരിദാസ് എന്റെ സുഹൃത്താ. ഇതിനു മുമ്പും ഇതേ സിറ്റുവേഷനിൽ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. എടാ, ആരോടുള്ള വാശി തീർക്കാനാണ് നീ ഇങ്ങനെ നശിക്കുന്നത്? ഞാൻ ആർക്കു വേണ്ടിയാ ജീവിച്ചിരിക്കേണ്ടത്? ഇയാളെന്തിനാ എന്നെ അനിയനെ പോലെ കാണുന്നു? ഞാൻ അടകത്ത് സുമംഗലാമ്മയുടെ മകനല്ല. ആ സത്യം മനസ്സിലാക്കി അന്നു മുതൽ അനന്തു തകർന്നു തുടങ്ങി. എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിക്കാനുള്ള കൊതിയുണ്ടല്ല, മരിക്കാനുള്ള പേടിയുണ്ട്. അല്ലെങ്കിൽ എന്നേ ഞാനത് ചെയ്തേ. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്റെ അനിയനാ. എന്നും നിന്നെ ഞാൻ അങ്ങനെ കാണും. എന്നെ കൊണ്ട് അതിന് കഴിയൂ. പിന്നെ മരിക്കുന്ന കാര്യം, ഞങ്ങളെയൊക്കെ വിട്ടിട്ട് നിനക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? നമ്മുടെ അമ്മ പോയി കഴിഞ്ഞ് നിങ്ങളൊന്നും കൂട്ടില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനാ ഞാൻ. നിന്നെ അരവിന്ദേട്ടന് ഞാൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. എന്നിട്ടും ഒരു വിവരം കിട്ടിയില്ല. മനഃപൂർവ്വം ഞാൻ ആരുടെ മുമ്പിൽ വരായിരുന്നു. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാൻ എനിക്ക് നാണക്കേടായിരുന്നു. ഇയാൾക്കിപ്പോൾ സ്വസ്ഥതയുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെ നിന്നെ നിന്റെ വഴിക്ക് അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിനൊക്കെ ശ്രമിക്കുന്നത്? എൻ്റെ ജീവിതം എന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാ. എൻ്റെ ബാലാമണി, എൻ്റെ മോൻ, അവരെന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി ഈ ജന്മത്ത് എനിക്ക് അവരൊക്കെ തിരിച്ചു കിട്ടും. ബാലാമണിയോടൊത്ത് സ്വസ്ഥമായിട്ടൊരു ജീവിതം ജീവിക്കാൻ പറ്റുമോ? എൻ്റെ മോനെ കൊണ്ട് എന്നെ അച്ഛന്ന് വിളിപ്പിക്കാൻ പറ്റും? ഒന്നും നടക്കില്ല. പിന്നെന്തിനാ എനിക്കിങ്ങനൊരു ജീവിതം? ഹരിയേട്ടാ, അഴകത്തെ ഓരോരുത്തരും എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിലൊന്നും സന്തോഷിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടെന്നൊരു ഉറച്ച തീരുമാനം എടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ആനന്ദിന്റെ മുഖത്ത് നോക്കുക? ആനന്ദ, ഇതൊന്നും നമ്മൾ കരുതിക്കൂട്ടി ചെയ്ത കാര്യങ്ങളല്ലല്ലോ, സാഹചര്യം കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളാ. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിച്ച് മനസ്സ് തളർത്തരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. ഹരിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് എന്റെ അനന്തുവിനെ പഴയ അനന്തുവാക്കി മാറ്റണം.
നഷ്ടപ്പെട്ടു പോയ അവന്റെ ജീവിതം അതെനിക്ക് തിരിച്ചു കൊടുക്കണം. അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ബാലാമണി എവിടെയാ ഉള്ളത് നീ അനന്തുവിനെ അറിയിക്കൂ. അതാണോ നിന്റെ ഉദ്ദേശം? അനന്തുവിന് ബാലാമണിയെ തിരിച്ചു കിട്ടിയാൽ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചേക്കാം. പക്ഷേ അഭിരാമിയെ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്താ അത് മറന്നുപോയോ നീ? ഹരിയേട്ടാ, ഒരേ സമയം അനന്തുവിനോടും അഭിരാമിയോടും ബാലാമണിയോടും ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിതിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ ഒന്ന് സമാധാനപ്പെട. തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോട്ടെ എന്ന് വെച്ചാ? നീ ഇപ്പോ അനന്തിനും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോ. ബാക്കിയൊക്കെ അതിന് ശേഷം ആലോചിക്കാം. ഹരിയേട്ടാ, ഇതിന്റെയൊക്കെ അവസാനം അനന്തുവിനെയും ബാലാമണിയെയും അഭിരാമിയെയും, അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെടും. ഉറപ്പാ. വാ. വാടാ. ഏട്ടത്തി, ഇവനോടൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇനി നീ ഇവിടെയാ താമസിക്കാൻ പോകുന്നേ? അതൊന്നും നടക്കില്ല. ഇയാള് വിളിച്ചപ്പോൾ ഞാൻ കൂടെ വന്നു എന്നേ ഉള്ളൂ. ഒരു സ്ഥിര താമസത്തിനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് പോണം. പോവാനോ? എങ്ങോട്ട്? ഞങ്ങളെയൊക്കെ വിട്ടിട്ട് നീ എങ്ങോട്ടാ പോകാൻ പോണേ? എങ്ങോട്ടെങ്കിലും. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഉണ്ടെങ്കിൽ ഒരു 10,20,000 രൂപ താ. എന്തിനാ? ഇനി പോയി കുടിക്കാനോ? അനന്തു, എന്തിനാ നീ ഇങ്ങനെ നശിക്കുന്നേ? ഇടത്ത് എൻ്റെ ഒരു പാഴ് ജന്മ. അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചോട്ടെ. ഞാൻ ചോദിച്ച പൈസ ഉണ്ടെങ്കിൽ താ. ഇനി ഇല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാ അവസാനം നിങ്ങൾ തന്നെ എന്നെ ഇവിടെ അടിച്ചിറക്കി വിടും. എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കണ്ടല്ലോ, സന്തോഷമായി. ഇനി ഞാനായിട്ട് പൊക്കോളാം. അനന്തു, ഇല്ല, നീ എങ്ങോട്ടും പോകുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. അതെ, ഞങ്ങൾ തീരുമാനിക്കും. ഇനി നിന്നെ എങ്ങോട്ടും വിടുന്നില്ല. അടങ്ങി ഒതുങ്ങിതാ ഇവിടെ ജീവിച്ചോണം. അല്ല, ഞാൻ പറയുന്ന ഏട്ടനൊന്നും മനസ്സിലാക്കണം. എനിക്ക് ഒന്നും പറയണ്ട. വാ, വാടാ, അകത്തേക്ക് വരാനാ പറഞ്ഞേ. വാ. എന്താ കാണിക്കുന്നത്? നീ ഏട്ടാ, എനിക്ക് പോണം. ഇവിടെ കിടക്ക്. എനിക്ക് പോണം ഏട്ടാ. ഏട്ടാ, ഏട്ടാ, പാല് തുറക്കാൻ. ഏട്ടാ, പറയുന്നേക്ക് എനിക്ക് പോണം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പാല് തുറക്കാൻ. അതെ, എന്നെ ഒന്ന് പുറത്തേക്ക് വിടൂ. എന്നെ പൂട്ടിയതുകൊണ്ടൊന്നും എന്റെ ജീവിത രീതി മാറാൻ പോകുന്നില്ല. ഒന്ന് വാതിൽ തുറക്കൂ. മദ്യപിക്കാതെ ഇവിടെ കിടന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. വാതിൽ തുറക്കാൻ.
നിന്നെ പൂട്ടിയിടാൻ അധികാരവും അവകാശവും ഉള്ളവർ തന്നെയാ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. നീ ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കാൻ എന്തോ. ഈ ഏട്ടനും ഏട്ടത്തേക്കും അത് കാണാനുള്ള കൊതി കൊണ്ടാ പറയുന്നത്. പ്ലീസ് അനന്തു, ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. അതെ, എനിക്ക് നിങ്ങൾ ആരുടെ ഉപദേശമൊന്നും കേൾക്കണ്ട. എന്റെ ജീവിതം ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. അതാരും തടയാനും നോക്കണ്ട. ഏട്ടത്തി പറയുന്നത് ഒന്ന് കേൾക്കാനെന്തോ. നിനക്ക് ഇനിയും വൈകിട്ടില്ല. നീ ശ്രമിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാം. ഇപ്പം നിനക്ക് ഞങ്ങളെ കാണാൻ കഴിഞ്ഞില്ലേ? അതുപോലെ അഴകത്ത് വീട്ടിലെ എല്ലാവരെയും നമുക്ക് കണ്ടെത്തണം. ബാലാമണിയെയും കുഞ്ഞിനെയും എല്ലാവരെയും. എനിക്കതൊക്കെ തിരിച്ചു കിട്ടും ഏട്ടത്തി. തീർച്ചയായും കിട്ടും. നീ മദ്യപാനവും മറ്റു ദുശീലങ്ങളും നിർത്തിയാൽ തന്നെ നിന്റെ പാതി ജീവിതം രക്ഷപ്പെടും. നശിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഈ ഏട്ടത്തി ഉണ്ടാവും നിന്റെ കൂടെ. ഈ മുറിയുടെ വാതിൽ ഞാൻ ഇനി പൂട്ടുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും തീരുമാനിക്കാം. അമ്മേ, അമ്മയുടെ വയറ്റില് വേറൊരു കുഞ്ഞുവാവ ഉണ്ടായപ്പോ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാണ്ടായോ അമ്മേ? എന്തിനാ മോൻ ഇങ്ങനൊക്കെ പറയുന്നേ? മോനോടുള്ള സ്നേഹം അമ്മയ്ക്ക് അങ്ങനെ കുറയോ? അമ്മ എന്നോട് പഴയതുപോലെ മിണ്ടുന്നുമില്ല, വിളിക്കുന്നുമില്ല. അമ്മയ്ക്ക് കുഞ്ഞുവാവയുടെ കാര്യം കൂടി നോക്കണ്ടേ മോനെ? മോന്റെ കൂടെ അമ്മ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത് കുഞ്ഞാവയ്ക്ക് എന്തേലും സംഭവിച്ചാ മോനത് സങ്കടാവില്ലേ? ആ ദേവമ്മ പറയാ ഞാൻ അമ്മയുടെ അടുത്ത് വരരുതെന്ന്, അമ്മയെ പിടിച്ച് വലിക്കരുതെന്ന്. അവരെ എനിക്ക് ഇഷ്ടമല്ല അമ്മേ. ദേവമ്മ പറയുന്നതൊന്നും മോൻ ശ്രദ്ധിക്കണ്ട കേട്ടോ. മോൻ ഇഷ്ടമുള്ളപ്പോ അമ്മയുടെ അടുത്ത് വരാം. എന്റെ ഈ മോൻ അടുത്തുള്ളപ്പോഴല്ലേ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം. കുഞ്ഞുവാവ വന്നു കഴിയുമ്പോ അമ്മയ്ക്ക് വാവയോടല്ലേ കൂടുതൽ സ്നേഹം ഉണ്ടാവുക. മാധവനെ അമ്മ മറന്നു പോവോ? എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? മോനെ അമ്മ മറക്കൂ? ആ ദേവവും അങ്ങനെ പറയുന്നേ. അമ്മയ്ക്ക് അമ്മയുടെ മാധവനേ ഉള്ളൂ എന്നും. മാധവനോട് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഇഷ്ടം. അവൻ അങ്ങനെ ചോദിച്ചല്ലോ എന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഞ്ഞുവാവയും കൂടി വരാൻ പോകുന്ന സന്തോഷത്തിലാ മാധവൻ. അതല്ല ചേച്ചി എന്റെ ടെൻഷൻ. മാധവൻ ചെറിയ കുട്ടിയാ. അവനോട് എന്ത് കള്ളം വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറയുന്നതെന്തും അവൻ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ അതുപോലെ അല്ലല്ലോ മറ്റുള്ളവര്. ചേച്ചിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? ഓരോ ദിവസം കഴിയുന്തോറും എന്റെ വയറ് വലുതാവും. അപ്പോ 100 ചോദ്യങ്ങളുണ്ടാവും. ഞാൻ എന്തുത്തരാ ചേച്ചി അവരോടൊക്കെ പറയാ? ഇതൊക്കെ നേരത്തെ ആലോചിക്കേണ്ട കാര്യങ്ങളായിരുന്നില്ലേ? ഇനി ഇത് ചിന്തിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി, അതുകൊണ്ട് പറഞ്ഞതാ. നീ ആരെയാ പേടിക്കുന്നേ? നിന്റെ കുഞ്ഞ് ജീവിക്കോ മരിക്കോ എന്നറിയാതെ കിടന്ന സിറ്റുവേഷനില് നമ്മൾ ഒരുപാട് വിഷമിച്ചില്ലേ? അന്ന് ഒരാളെങ്കിലും നിന്നെ സഹായിക്കാനുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഏതോ
ഒരു സ്ത്രീ നിനക്ക് തന്ന പണമാണ് നിന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. അവരോടുള്ള കടപ്പാട് നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നതിലൂടെ തീരുകയും ചെയ്യും. അല്ലാതെ മറ്റാരുടെയും കാര്യം നീ ഓർക്കണ്ട. പിന്നെ നിനക്ക് ഈ കുഞ്ഞിനോട് ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സോ അറ്റാച്ച്മെന്റോ വരാതെ നോക്കണം. അങ്ങനെ സംഭവിച്ചാൽ അത് പ്രശ്നമാവും. ഇല്ല ചേച്ചി, ഈ കുഞ്ഞിനോട് ഒരിക്കലും എനിക്കിഷ്ടം തോന്നില്ല. മാധവന എന്റെ മകൻ. എന്റെ സ്നേഹം അവന് മാത്രമുള്ളത്. അവന് മാത്രം. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഓരോ നിമിഷം എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവാത്തെന്താ? തോന്നിയതുപോലെ കുറെ കാലമായിട്ട് ഞാൻ ജീവിച്ചത്. പെട്ടെന്നൊരു ദിവസം അതൊക്കെ മറന്ന് പുതിയൊരാളാവ് എന്നെ കൊണ്ട് കഴിയില്ല. മദ്യപിക്കായിരുന്ന എനിക്ക് ഭ്രാന്ത് പിടിക്കും. പഴയത് ഓരോന്നിങ്ങനെ ഓർമ്മ വരും. അതുകൊണ്ട് ഏടത്തി, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് ഞാൻ പറയുന്നത്. ഇനി ഈ ജന്മം പഴയ അനന്തമാവാൻ എനിക്ക് കഴിയില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നിന്റെ ജീവിതം നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഞങ്ങൾ ആരും തടസ്സം നിൽക്കില്ല. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ, ബാലാമണിയും നിന്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടാതെ ഈ ലോകത്ത് നീ എവിടെ പോയാലും നിനക്ക് മനസ്സമാധാനം കിട്ടുമോ? മദ്യത്തിന് അവരെക്കുറിച്ചുള്ള ഓർമ്മകളെ മായ്ച്ചു കളയാനുള്ള കഴിവുണ്ടോ? ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ എത്ര വേണമെങ്കിലും കുടിച്ചോ. പണം ഞാൻ തരാം. ഇത്രയും കാലവും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. എന്നിട്ടും നീ അവരെ മറന്നില്ലല്ലോ. മറന്നോ? നീ ജീവിക്കണോ അനന്തു? ബാലാമണിയെയും കുഞ്ഞിനെയും കണ്ടെത്തണം. എന്നിട്ട് എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറയണം. അവളോടൊത്ത് സുഖമായും സന്തോഷമായും അഴകത്ത് കഴിയണം. ഞാനും നിന്റെ ഏട്ടനും അത് ആഗ്രഹിക്കുന്നേ. ഇതൊക്കെ നടക്കൂ ഏട്ടതി? കുടിച്ച് ലെക്ക് കെട്ട് പാതയോരത്ത് രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന അനന്തുവിന് അത് സാധിക്കില്ല. പക്ഷേ ബാലാമണിയോടും കുഞ്ഞിനോടും സ്നേഹമുള്ള, ബോധവും തെളിഞ്ഞ ബുദ്ധിയുമുള്ള പഴയ അനന്തുവിനെ കൊണ്ട് അത് സാധിക്കും. പഴയ അനന്തുവായെങ്കിലേ നിനക്ക് ബാലാമണിയെ കണ്ടെത്താൻ സാധിക്കൂ. എങ്കിലേ ബാലാമണി നിന്റെ ജീവിതത്തിലേക്ക് വരൂ. നന്നാവണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ നന്നാവ്. അല്ലെങ്കിൽ നീ നശിക്ക്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഹരിയേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് അഭി പറയുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ബാലാമണിയിൽ നിന്ന് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ടി വരല്ലെന്ന് മാത്ര ഈശ്വരനോടുള്ള എന്റെ പ്രാർത്ഥന. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായ പിന്നെ ഈ ആനന്ദ് ജീവിച്ചിരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഹരിയേട്ടാ? അങ്ങനെ ഒന്നും പറയാതെ ആനന്ദ, നീ ജീവിതത്തിൽ ഇതിലും വലിയ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചവനല്ലേ നീ? ദൈവം ഇതിനും എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുവച്ചിട്ടുണ്ടാവും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയവരെ എല്ലാം എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടു. അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ തെറ്റിന്റെ പേരിൽ വീണ്ടും എനിക്ക് അവരെ നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ സ്വപ്നം കാണുന്ന എല്ലാവരും ഉള്ള പഴയ അഴകത്ത് വീട് അതെനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാ ഹരിയേട്ടാ. മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുന്നതിന് മുൻപ് നീ നിന്റെയും അഭിയുടെയും ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. വേണ്ട, അഭിയുടെ ജീവനെ കുറിച്ചെങ്കിലും. അവളുടെ ജീവനിപ്പോ അവൾക്കായി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞില. ആ കുഞ്ഞിനെ അവൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നറിഞ്ഞാല് പിന്നെ ഒരു നിമിഷം പോലും അവൾ ജീവനോട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ അഭിയേക്കാൾ വലുതല്ലോ മറ്റൊന്നും. ആരെയും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടാ. സന്തോഷത്തോടെയും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അതായിപ്പോ എന്റെ മനസ്സിലുള്ളത്.
അതിനാ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാന്നുള്ളൊരു ഒറ്റ വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ നന്നായി ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലെത്ത്.